Learning disabilities. Learning disabilities is very common nowadays. I was told that it's very, very common. What is the scope of the problem and what is it we as Rotarians can do in schools and colleges on mental health? Thank you. At the outset, let me thank the organizers for giving me an opportunity to speak in this August function. And mental health എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അവന്യൂസ് ഉണ്ട്. നേരത്തെ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ പോലെ ഡ്രഗ്, മെയിൻലി നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, മാനിയ, then anxiety disorders, variety of anxiety disorders ranging from panic disorder to ഞാൻ എല്ലാം പറയുന്നില്ല. പിന്നെ obsessive compulsive disorder, pervasive developmental disorder, autism spectrum disorders, അത് കഴിഞ്ഞ് substance use disorders, അപ്പം പിന്നെ psychosis. അപ്പം ഒരുപാട് അവന്യൂസ് മെന്റൽ ഹെൽത്തിലുണ്ട്. അപ്പം വി ഷുഡ് ഡിസൈഡ് വിച്ച് ഏരിയ വി ഷുഡ് ഫോക്കസ്. നമുക്ക് വാട്ട് ഐ ഫീൽ ഇസ് അവേർനെസ് കോമൺ മെന്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ. കാര്യം ഡിപ്രഷൻ മൊത്തത്തിൽ മെന്റൽ ഡിസോർഡേഴ്സ് ഇസ് അറൌണ്ട് 10 to 12% ഓഫ് ദ പോപ്പുലേഷൻ. അതായത് 150 കോടി ജനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ at least 20 crore is having mental illness, ranging from mild anxiety to schizophrenia. We have an array of mental disorders, but nobody is aware engane idu identify. So what I feel is we should give awareness in the form of what are the common mental disorders like depression, ഉറക്കമില്ല, വിശപ്പില്ല, സന്തോഷക്കുറവ്, ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, മുമ്പ് എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ഡെത്ത് വിഷ്വസ്, മരിക്കണം, എൻ്റെ ഫ്യൂച്ചർ പോയി, ഐ ഹാവ് ഡൺ സംതിങ് റോങ്, ഇങ്ങനെ ഒരു അറേ ഓഫ് സിംറ്റംസ് കാണും. ഇത് കണ്ടാൽ കുറേയൊക്കെ നമ്മുടെ ആൾക്കാർക്ക് അറിയാം ഡിപ്രഷൻ ആയതുകൊണ്ട്. പക്ഷെ കോമൺ മാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അത് പൊതുജനത്തിന്റെ ഒരു ധാരണ സൈക്കോസിസ്, ഭയങ്കര ചീത്തവിളി, ബഹള, അടി, വെട്ടിക്കൊല്ലല്, നേരത്തെ മോഹൻ റോയ് പറഞ്ഞ പോലുള്ള ഹാലൂസിനേഷൻ, ഡിലൂഷൻ, ഇല്ലാത്തതുണ്ടെന്ന് തോന്നുക, അത് മാത്രമല്ല മെന്റൽ ഇൽനെസ്. ലൈക്ക് മൈൽഡ് ആൻസൈറ്റി ടു അങ്ങേയറ്റത്തെ മെന്റൽ ഡിസോർഡേഴ്സ് വരെ ഉണ്ട്. നമ്മളുടെ ജലദോഷം തൊട്ട് ക്യാൻസർ വരെ ശരീരത്തിന് അസുഖം വരുന്നത് പോലെ തന്നെയാണ് മനസ്സിൻ്റെയും അസുഖങ്ങളുടെ ഒരു രീതി. അപ്പം നമുക്ക് ചെയ്യാവുന്നത് സ്കൂളുകളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ് ഒരു ചെറിയ, ഇപ്പം കൊല്ലം എടുക്കുകയാണെങ്കിൽ നമ്മുടെ വാടി പോലുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു അത്ര ഒരു എന്താ പറയുക സൈക്കോളജിക്കൽ സൊഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നമുക്ക് ഈ കോമൺ മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ അഡിക്ഷൻ്റെ സൈൻസ് ഓഫ് അഡിക്ഷൻ, എസ്പെഷ്യലി കുട്ടികളുടെ ചേഞ്ച് ഇൻ ബിഹേവിയർ, scholastic sudden drop in scholastic performance, attitude differences towards the parents, teachers. അപ്പം ഇതെല്ലാം ഹൗ ടു ഐഡന്റിഫൈ ഏർലി, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡീസ്റ്റിഗ്മറ്റൈസേഷൻ. കാര്യം ഒരുപാട് പേര് അറിയാം മോനെ ഒരു പ്രോബ്ലം ഉണ്ട്, മോക്കൊരു പ്രോബ്ലം ഉണ്ട്, ദേ ആർ ഓൾറെഡി ഐഡന്റിഫൈഡ്. പക്ഷെ അവർക്ക് ഈ സ്റ്റിഗ്മ കാരണം നാളെ കല്യാണം കഴിച്ച് വിടാനുള്ള കുട്ടിയാണ്. അപ്പം സ്റ്റിഗ്മ കാരണം സൈക്കാട്രിസ്റ്റിനെടുത്തോ സൈക്കോളജിസ്റ്റിനെടുത്തോ അവർ പോകുന്നില്ല. അപ്പം നമുക്ക് സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഡീസ്റ്റിഗ്മറ്റൈസ് മെന്റൽ ഇൽനെസ്. അതാണ് കാര്യം. എൻ്റെ അടുത്ത് തന്നെ പലരും അറിയാവുന്നവർ വിളിച്ച് ചോദിക്കും, ഡോക്ടറെ വീട്ടിലെ പ്രാക്ടീസ് എപ്പോഴാണ് തീരുന്നത്? അപ്പോൾ ഞാൻ 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളൊരു 7 മണി കഴിഞ്ഞിട്ട് വരാം. കാര്യം ബാക്കിയുള്ളവർ കാണുന്നത് ഒരു സ്റ്റിഗ്മ. ദാറ്റ് ഈസ് ഫൈൻ, ആ സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ അതിരുന്ന്, പക്ഷെ ബട്ട് സ്റ്റിൽ ദേ ആർ കമ്മിങ്. ആള് ക്രൗഡ് കഴിഞ്ഞിട്ട് അവർ ദേ ആർ വില്ലിംഗ് ടു കം. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലിലേക്കെങ്കിലും നമുക്ക് സ്റ്റിഗ്മ താത്തു കൊണ്ടുവരാൻ പറ്റിയാൽ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഒരുപാട് കുട്ടികൾ ഇപ്പം മോർ ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് പേഷ്യൻസ് ആർ കമ്മിങ്. ലേണിംഗ് ഡിസബിലിറ്റി ഒരു ഫ്രാക്ഷൻ ഓഫ് ദ പ്രോബ്ലം മാത്രമാണ്. കുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്.
കാര്യം അത് പേരൻസിനെയാണ് ഞാൻ കുറ്റം പറയാം. അവൻ കളർ പെൻസിൽ ചോദിച്ചാൽ ഉടനെ അത് മേടിച്ചു കൊടുക്കും. അത് കഴിയുമ്പം കൂടിയ പെൻസിൽ ബോക്സ്, ബാഗ്, ഷൂസ്, അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 16-17 വയസ്സാകുമ്പോഴത്തേക്ക് ഇവന്റെ ഇത് മാറുകയാണ്, ഡിമാൻഡ്സ് മാറുകയാണ്. കളർ പെൻസിലും ബാഗും ഒക്കെ എങ്ങനെയായാലും കടം മേടിച്ച് കൊടുക്കും. പക്ഷേ 3 ലക്ഷം രൂപയുടെ ബൈക്കായിരിക്കും 16 വയസ്സ് 17 വയസ്സാകുമ്പോൾ ഉള്ള അവന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ റിറ്റാലിയേറ്റ് ചെയ്യും, വയലന്റ് ആയിട്ട് റിറ്റാലിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ് ഈ മെന്റൽ ഹെൽത്ത് അവന്യൂവിൽ നമുക്ക് അഡ്രസ് ചെയ്യാനുള്ളത്. അപ്പം അവയർനെസ്, ഐഡന്റിഫിക്കേഷൻ. കാര്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ബ്രിങ് ദ നെയ്ബർ അല്ലെങ്കിൽ റിലേറ്റീവ്, മക്കള്, റിലേറ്റീവ്സിനെയൊക്കെ അവർക്ക് റെഫർ ചെയ്യാനോ ആ ഒരു ഹെൽപ്പ്, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനോ സാധിക്കും. Okay. ഈ Rotary clubs വെച്ച് നോക്കുമ്പോൾ they don't have access to households. That's a practical problem. ഈ പറയുന്ന early identifications, removing stigma and all is something that is there on paper. പക്ഷെ very practically speaking, Rotary clubs-ന് നമുക്ക് programs ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? They can do it in schools, colleges or associations. തീർച്ചയായിട്ടും സ്കൂളും കോളേജും ചെയ്യാം. പക്ഷെ കമ്മ്യൂണിറ്റി ലെവൽ, what I believe is more effective thing is do it in the community level. റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇത് ചെയ്ത് വിജയിപ്പിച്ചതാണ് തിരുവല്ലയിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ. അവര് സംതിങ് കോൾഡ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ സൈക്കാട്രി, അവരുടെ ബാനറിൽ കമ്മ്യൂണിറ്റി, അത് ഈ മറ്റേ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ, കുടുംബശ്രീ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നമ്മൾ ഈ കോമൺ മെന്റൽ ഡിസോർഡേഴ്സിന്റെ കാര്യങ്ങൾ, ഈ ഹൗ ടു ഐഡന്റിഫൈ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ വിജയമായിരുന്നു. ദേ യൂസ് ടു ഐഡന്റിഫൈ പ്രോബ്ലംസ് ആൻഡ് ദേ യൂസ് ടു ബ്രിങ് ദം ടു ദ ഹോസ്പിറ്റൽ. അപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് നമ്മൾ വിചാരിച്ചാൽ നടക്കും. So I think the important message is two. One is it can be done at the school level, college level. Second is it should be done at the community level. Yes. And go to the community and activate associations. Thank you very much, sir. Thank you. Any questions on mental health? Any questions? Yes, sir. 2 questions will be taken. Very brief, please. Dr. Radhakrishnan, there is one question. കുട്ടികൾ എന്താ പേന ചോദിക്കുന്നു, പെൻസിൽ ചോദിക്കുന്നു, മൊബൈൽ ചോദിക്കുന്നു, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളാണ്. ആക്ച്വൽ ഈ അവയർനെസ് കൊടുക്കുന്ന രക്ഷിതാക്കൾക്കല്ലേ അവയർനെസ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. റോട്ടറി ക്ലബ്സ് ക്യാൻ ഡു. ഈ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ അവരുടെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ആംബിഷ്യസ് ആയിട്ട് അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെക്കാട്ടി അതിന് രക്ഷിതാക്കൾക്ക് അവയർനെസ് കൊടുക്കേണ്ട കാര്യമാണ്. I think it's very simple. ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം സ്കൂളിലൊക്കെ നടത്തണമെങ്കിൽ ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് ആൻഡ് ദ പേരൻസ് ഹു ഹാവ് ടു ബി അഡ്രസ്ഡ്. Parents should be addressed. Children will not know. Children will know. Parents should be addressed. Parents have to be addressed. That's ഇത് ഞങ്ങളിത് കേരളത്തിൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നടത്തിയൊരു പ്രോഗ്രാമാണ്. കോവിഡിന്റെ സമയത്ത് ഞാൻ ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ മൊബൈൽ അഡിക്ഷൻ, സൈബർ അഡിക്ഷൻ, നമ്മൾ അക്രോസ് ദ സ്റ്റേറ്റ് ഓൾമോസ്റ്റ് 70 സൈക്കാട്രിസ്റ്റിന് ഓൺലൈൻ ട്രെയിനിങ് കൊടുത്തിട്ട് അവര് സ്കൂളുകളിൽ പോയി ഒരു മോഡ്യൂൾ, കോമൺ മോഡ്യൂൾ ഫോർ ദ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ഫോർ ദ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് പേരൻസിനെയും ടീച്ചേഴ്സിനെയും തന്നെയാണ്. അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അക്രോസ് കേരള ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. Okay, thank you very much. Question please. Dr. Radhakrishnan, I am Dr. Manuel Perez. Yes sir, പറയൂ. I am asking a question. ഒരു പേഷ്യന്റ് അല്ല, ഒരു ബോയ് വാഷ് ബേസിനിൽ പോയിട്ട് rubbing his hands for cleaning 10 or 15 or 25 minutes. ആഹാരം കഴിക്കുന്നതിന് only 5 minutes. There is something wrong. Obsessive compulsive disorder, washing compulsive. And you said they demand things. 25,000 today, you expect. Next day, agitate ചെയ്യുമ്പോൾ he demands 50,000. Next day, he demands 2 lakhs.
How, what is the diagnosis for that? I think this is beyond the scope of the discussion today. I'm sorry. I just can't. Because we are discussing about what are the projects that clubs can do. I mean, this is all How can we diagnosis. solve such issues? Sir, thank you very much, sir. Thank you very much for your question. ഒരു 10 സെക്കൻഡ് ഞാൻ പറയാം സാർ. ഇത് ഈ ഡിമാൻഡ്സ് കൂടി വരുന്നത് ബിക്കോസ് ഓഫ് മെനി തിങ്സ്. മേ ബി ഈസ് ഇൻ എ ഹൈപ്പർമാനിക് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ദിസ് ഗൈ ഹാസ് എ ബിഹേവിയറൽ പ്രോബ്ലം. അതിന് ഡിഫറെന്റ് പ്രോബ്ലംസ് കൊണ്ടിട്ട് ഈ സാർ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരാം. താങ്ക് യു. Thank you very much. Thank you very much, Radhakrishnan. Josie Chapo.